ഈ കഥ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ റൊമാനിയയിലാണ് തുടങ്ങുന്നത്. അന്നത്തെ രാജാവ് അവർക്ക് വേണ്ടി അവിടെ ഒരു ചർച്ച് ഉണ്ടാക്കി. പക്ഷേ ഈ ചർച്ചിനെ അവരന്ന് ഉപയോഗിച്ചത് പ്രാർത്ഥിക്കാനല്ലായിരുന്നു, മറ്റൊരു കാര്യത്തിനായിരുന്നു. ഇവർ മറ്റാരും അറിയാതെ ഒരുപാട് മനുഷ്യരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ബലി കൊടുത്തു. അവർക്ക് മറ്റൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്കൊരാളെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അവന്റെ പേരാണ് വലാഖ്, നരകത്തിലെ ചെകുത്താൻ. അങ്ങനെ ഈ വലാഖ് ഭൂമിയിലേക്ക് വരിക തന്നെ ചെയ്തു. പിന്നീട് ആ നാട്ടിൽ നടന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ചർച്ചിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഫാദറും ഒരു സിസ്റ്ററും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് പേര് മരിച്ചു കഴിഞ്ഞിരുന്നു. ഇവർക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ എന്ന സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ടാണിത്. അപ്പൊ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കഥ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ത്രില്ലിംഗ് ഹൊറർ സിനിമയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സിനിമ രാത്രി ഒറ്റയ്ക്കിരുന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫീല് നല്ലോണം കിട്ടുന്നതാണ്. എന്നാൽ നേരെ കഥയിലേക്ക് പോകും. 1950 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു പള്ളി കാണിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു പള്ളി, ഒരു കാട്ടിന്റെ നടുവിലായിട്ട്. അതൊരു പള്ളി പോലെയല്ല, വലിയൊരു കോട്ട പോലെയാണ് തോന്നുന്നത്. ഇപ്പൊ രണ്ട് കന്യാസ്ത്രീകൾ ഒരു ചെറിയ വിളക്കെല്ലാം പിടിച്ച് അവരിങ്ങനെ ആ പള്ളിയുടെ ഉള്ളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇവരിപ്പോൾ ഈ നടന്നു പോകുന്നത് ഈ അണ്ടർഗ്രൗണ്ട് റൂമില്ല, അതായത് ഈ കോട്ടയുടെ ഒക്കെ ഏറ്റവും അടിഭാഗത്തുള്ള റൂം, അങ്ങനെ ഒരു റൂമിലൂടെയാണ് തോന്നുന്നു. ചുറ്റും ഭയങ്കര എന്താ പറയുക, ഡാമേജ് ആയി കിടക്കുന്നത് കാണുന്നുണ്ട്. ഇതിൽ ഒരു സിസ്റ്ററുടെ കയ്യിൽ ഒരു ചാവി ഉണ്ട്. അങ്ങനെ ഇവർ ഒരു റൂമിന്റെ മുന്നിലെത്തി. അവിടെ എന്തോ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരിത് വായിക്കുകയാണ്. നിങ്ങൾ ഇനി തിരിച്ചു പോയിക്കോളൂ, ഇതിനപ്പുറത്തേക്ക് വന്നാൽ ദൈവത്തിന് വരെ ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഇവരിത് കണ്ട് പെട്ടെന്ന് പേടിച്ചു പോവുകയാണ്. ഈ രണ്ട് കന്യാസ്ത്രീയിൽ ഒരു കന്യാസ്ത്രീ പ്രായം കുറഞ്ഞൊരു ആളായിരുന്നു. അപ്പൊ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, പേടിയാവുന്നുണ്ട് സിസ്റ്ററെ, നമുക്ക് തിരിച്ചു പോവാം. അപ്പൊ മറ്റേ സിസ്റ്റർ പറഞ്ഞു, ഇനി നമുക്കിത് നിർത്താൻ പറ്റില്ല, നമ്മളിത് തീർച്ചയായും ചെയ്തേ പറ്റൂ. അങ്ങനെ ഈ കന്യാസ്ത്രീ വാതിൽ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് പോയി. ഈ ചെറിയ കന്യാസ്ത്രീ പേടിച്ച് പറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് നിൽക്കുന്ന ഈ സിസ്റ്റർ ഉണ്ടല്ലോ, ഈ റൂമിന്റെ ഉള്ളിൽ നിന്നും കരച്ചിലും അലർച്ചയെല്ലാം കേൾക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഈ സിസ്റ്ററിന്റെ ഉള്ളിൽ ഒരു മരണഭയം തന്നെ വരികയാണ്. പെട്ടെന്ന് ആ റൂമിന്റെ ഉള്ളിലേക്ക് പോയ ആ കന്യാസ്ത്രീ ഉണ്ടല്ലോ, അവര് രക്തത്തിൽ കുളിച്ചുകൊണ്ട് എഴഞ്ഞു വരികയാണ്. ഈ കന്യാസ്ത്രീ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ചാവി ഉണ്ടല്ലോ, അത് ഈ പുറത്തുള്ള കന്യാസ്ത്രീക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ ചാവി കൊണ്ട് വേഗം തന്നെ ഇവിടുന്ന് പോകണം. ആ ചെകുത്താന് പുറം ലോകത്തേക്ക് വരാന് ഒരു ദേഹം ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും അതിനെ സമ്മതിക്കരുത്. നീ വേഗം തന്നെ ഇവിടുന്ന് പോകണം. ആ സമയത്ത് തന്നെ ഈ കന്യാസ്ത്രീ ഉള്ളിലേക്ക് ആരോ വലിച്ചു കൊണ്ടുകയാണ്. പിന്നീട് ഒരു അലർച്ചയും കരച്ചിലുമാണ് കേൾക്കുന്നത്. ഈ പുറത്തുള്ള കന്യാസ്ത്രീ ആകെ പേടിച്ചു പോയി. അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഈ കന്യാസ്ത്രീ നേരെ ഓടിപ്പോയത് ഒരു റൂമിലേക്കാണ്. അവൾ വേഗം ആ റൂമിൽ കയറി അതിന്റെ ഡോർ അടച്ചു. ആ സമയത്ത് അവൾക്ക് വല്ലാത്തൊരു ശബ്ദവും മുരൾച്ചയെല്ലാം അവിടുന്ന് കേൾക്കുകയാണ്. അതിനുശേഷം അവളുടെ ആ റൂമിന്റെ വാതിലുണ്ടല്ലോ, അത് തനിയെ തുറക്കാൻ തുടങ്ങി. ഇരുട്ടിൽ നിന്നും ഒരു രൂപം അവളുടെ അടുത്തേക്ക് പതിയെ പതിയെ വരുന്നുണ്ട്. ഈ രൂപം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഓരോ വിളക്കുകളും അണഞ്ഞു പോവുകയാണ്. ഈ സമയത്ത് ആ കന്യാസ്ത്രീക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. ഈ ചെകുത്താന് പുറം ലോകത്തേക്ക് വരാൻ ഒരു ശരീരം ആവശ്യമാണ്. അപ്പൊ ഈ കന്യാസ്ത്രീ അവളുടെ ജീവൻ തന്നെ ത്യാഗം ചെയ്ത് അത് തടുക്കുകയാണ്. ഈ കന്യാസ്ത്രീ പെട്ടെന്ന് തന്നെ കഴുത്തിൽ ഒരു കയറിട്ട് താഴേക്ക് ചാടുകയാണ്. അവൾ അപ്പൊ തന്നെ മരിച്ചുപോയി. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയിലൂടെ ചെറുതായി ആ ചെകുത്താന്റെ രൂപം കാണിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായും പേടിച്ചിരിക്കും, ഉറപ്പാണ്. അടുത്ത സീനിൽ ഒരു കർഷകന് അവന്റെ ചെറിയ വണ്ടിയിൽ ഒരുപാട് പച്ചക്കറികളും പഴങ്ങളൊക്കെ ആയിട്ട് വലിച്ചു കൊണ്ടുവരികയാണ് ആ പള്ളീന്റെ അടുത്തേക്ക്. അപ്പൊ ഇവൻ എന്തോ ഒരു ശബ്ദം, അതായത് കാക്കകളൊക്കെ ഉറക്കനെ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൻ പതിയെ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു ശരീരം കയറിൽ തൂങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. ഇവൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഈ പയ്യൻ ഈ കഥയിലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ തന്നെയാണ്. ഈ പയ്യന്റെ പേര് ഫ്രാൻസി എന്നാണ്. അപ്പൊ ഇവനിങ്ങനെ ആ ശവത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ കയറ് പൊട്ടി ആ ശവം താഴേക്ക് വീഴുകയാണ്. ഇവിടെ പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് നൺ. അടുത്ത സീനിൽ വത്തിക്കാൻ സിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഫാദറും മറ്റൊരു ഫാദറും കൂടെ ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ് ഈ റൊമാനിയയിലെ ഈ പള്ളിയെ കുറിച്ച്. അപ്പൊ ഈ അച്ഛന്മാരെല്ലാം ഈ ഫാദർ ബെർക്കിന്റെ അടുത്ത് ഒരു ജോലി കൊടുക്കുകയാണ്. അതായത് റൊമാനിയയിൽ ഒരു ചർച്ച് ഉണ്ട്, അവിടെ എന്തൊക്കെയോ ദുരൂഹമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഇടയായിട്ട് അവിടെ ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാദറിനെ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെയുള്ള വലിയ അച്ഛന്മാർ ഈ ഫാദറിനെ ഇത് അന്വേഷിക്കണം, എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം, എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ആ ദൗത്യത്തിന് വേണ്ടിയിട്ട് നിയമിക്കുകയാണ്. ഈ ഫാദർ അത്യാവശ്യം പ്രേതങ്ങളെല്ലാം ഒഴിപ്പിക്കുന്ന എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വിദഗ്ധനായ ഒരാളായിരുന്നു. അപ്പോൾ ഇയാൾക്ക് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകണം, അതുള്ളത് റൊമാനിയയിലാണ്. ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയുന്ന ഒരു പെൺകുട്ടി ഈ ചർച്ചിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ പെൺകുട്ടിയെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കോളൂ. അടുത്ത സീനിൽ ആ പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടേ ഉള്ളൂ. അവളിപ്പോൾ ഒരു കന്യാസ്ത്രീ ആയിട്ട് പോലും ഇല്ല. ഇവളുടെ പേരാണ് ഐറിൻ. അപ്പോൾ ഈ ഐറിൻ്റെ അടുത്തേക്ക് വലിയൊരു സിസ്റ്റർ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നീ അങ്ങോട്ടേക്ക് പോകണം. അതിനുശേഷം ഐറിൻ നേരെ ആ ഫാദറിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, എന്നെ എന്തിനാണ് സെലക്ട് ചെയ്തത്? ഞാനിപ്പോൾ പഠിക്കാൻ വന്നിട്ടേ ഉള്ളൂ, ഞാൻ ഇതുവരെ ഒരു കന്യാസ്ത്രീ ആയിട്ട് വരെയില്ല, പിന്നെ എന്തിനാണ് എന്നെ സെലക്ട് ചെയ്തത്? അപ്പോൾ ആ ഫാദർ പറഞ്ഞു, എനിക്കും അറിയില്ല, ഇവിടുത്തെ ഹെഡ് നിന്നെ നിയമിച്ചതാണ്, അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, എനിക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതല്ലേ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടിയിട്ട് റൊമാനിയയിലെ ആ ഗ്രാമത്തിലേക്ക് പോയി. ഐറിൻ ഫാദറിനെയും കൂട്ടി നേരെ പോയത് ഫസ്റ്റ് കണ്ടില്ല, ഒരു പച്ചക്കറി എല്ലാം ഡെലിവറി ചെയ്ത പയ്യനെ ഫ്രാൻസി അവന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവന്റെ വീട്ടിലേക്ക് ഇവരെത്തി ഫ്രാൻസിയെ വിളിച്ചു. ഫ്രാൻസിക്ക് ഇവർ ആരാന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ വല്ല യാത്രക്കാരായിരിക്കുന്നു വെച്ചിട്ട് ഫ്രാൻസി ഇവർ ആദ്യം ഗൗനിച്ചില്ല. അതിനുശേഷം ഐറിൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ വത്തിക്കാന്ന് വരുന്ന രണ്ട് പുരോഹിത
സ്നേഹിതന്മാരാണ്, ഞങ്ങളെ നീ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഫ്രാൻസി പറഞ്ഞു, ഇത് നിങ്ങൾ നേരത്തെ പറയണ്ടേ. അപ്പോൾ ഫ്രാൻസിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ഈ ഫാദർ ഫ്രാൻസിയുടെ അടുത്ത് പറഞ്ഞു, നീ ഞങ്ങളെ ആ ചർച്ചിലേക്ക് കൊണ്ടുപോകണം, അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയണം. അവിടെ ഒരുപാട് ദുരൂഹമരണങ്ങൾ സംഭവിച്ചതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. നമുക്കത് വത്തിക്കാൻ സിറ്റിയിൽ പോയി അവിടുത്തെ ചർച്ചിൽ റിപ്പോർട്ട് ചെയ്യണം, നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. പക്ഷേ ഫ്രാൻസിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അവൻ നേരിട്ട് കണ്ടതാണല്ലോ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അവസാനം ഫ്രാൻസിസ് സമ്മതിച്ചു. അതിനുശേഷം ഇവർ 3 പേരും കൂടെ ആ ചർച്ചിലേക്ക് പോവുകയാണ്. മലകളും സാധാരണ ചർച്ചൊക്കെ ഉണ്ടാവുന്നത് ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്താണ്, പക്ഷേ ഈ ചർച്ചുള്ളത് വനത്തിന്റെ ഉള്ളിലാണ്. ഈ മലകളും വനങ്ങളൊക്കെ താണ്ടിയിട്ട് വേണം ഇവർക്ക് അവിടെ എത്താൻ. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഈ ചർച്ച് കാണുന്ന സമയത്ത് എനിക്കൊരു ചർച്ചായിട്ടല്ല തോന്നുന്നത്, വലിയൊരു കോട്ട പോലെയാണ് ഇതുള്ളത്. അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്, കഥയുണ്ട്, അത് വരുന്ന വഴിക്ക് പറയുന്നതാണ്. അങ്ങനെ ഇവർ 3 പേര് യാത്ര ചെയ്ത് കുറച്ച് ദൂരം എത്തി. അങ്ങനെ ഈ വനം താണ്ടുന്ന സമയത്ത് വനത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ, ഒരു നിശ്ചിത അകലത്തിലെത്തുമ്പോൾ ഈ കുതിരകൾ നീങ്ങുന്നില്ല. അപ്പോൾ ഫ്രാൻസി പറഞ്ഞു, ഇത്ര വരെ കുതിര വരുള്ളൂ, ഇനി അങ്ങോട്ട് നമുക്ക് നടക്കാന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേര് പിന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ നടന്ന് ആ ചർച്ചിന്റെ അടുത്തെത്തി. ആ ചർച്ചിന്റെ മുന്നിൽ മുഴുവൻ സെമിത്തേരിയാണ്, ഫുള്ള് ശവക്കല്ലറകളാണ് അവിടെ കാണുന്നത്. ഈ ഫാദർ ഫ്രാൻസിന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയോ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിനക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഫ്രാൻസി പറഞ്ഞു, എനിക്കറിയാം, കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ ഒരു ദിവസം പച്ചക്കറി കൊണ്ടുവരുന്ന സമയത്ത് ആ സിസ്റ്ററുടെ ബോഡി ഒരു കയറിൽ തൂങ്ങിക്കിടക്കുന്ന കണ്ടിരുന്നു. പിന്നെ ഞാനാണ് അത് അവിടുന്ന് മാറ്റി കോട്ടയുടെ ഒരു റൂമിലേക്ക് മാറ്റി വെച്ചത്. ഫാദർ ചോദിച്ചു, എവിടെയാണ് ആ റൂം? അതിനുശേഷം ഫ്രാൻസി അയറിനെയും ഫാദറിനെയും കൂട്ടിയിട്ട് ആ പച്ചക്കറിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു റൂമിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷെ അവിടെ എത്തിയിട്ട് ആ ശവം കണ്ട സമയത്ത് ഫ്രാൻസി ഞെട്ടി തരിച്ചു പോവുകയാണ്. കാരണം അവൻ ആ ശവത്തെ എന്താ പറയാ നിലത്ത് കിടത്തിയിട്ടാണ് അവിടുന്ന് പോയത്. പക്ഷെ ഇപ്പൊ ആ ശവം എന്താ പറയാ ഇരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഇത് കണ്ടിട്ട് ശരിക്കും അവൻ ഞെട്ടിപ്പോയിരുന്നു, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ. ഫ്രാൻസി അത് കണ്ടിട്ട് വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാദർ ചോദിച്ചു, എന്താണ് സംഭവം? അപ്പൊ ഇവൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ചിലപ്പോൾ ഈ മരിച്ച ശവങ്ങളൊക്കെ ഈ ചുരുങ്ങുന്ന സമയത്ത് എല്ലൊക്കെ ഇങ്ങനെ ബെൻഡായി പോകും, അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ സംഭവിച്ചത്. ഈ ഫാദർ ഈ ശവത്തിന്റെ അടുത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് ആ ശവത്തിന്റെ കയ്യിൽ ഒരു ചാവിയും ഒരു ജപമാലയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫാദർ പറഞ്ഞു, ഇവരുടെ ബോഡി ഇവിടെ ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല, ഇവരെ സാധാരണ രീതിയിൽ മറവ് ചെയ്യണം. പിന്നെ ഇവർ നേരെ സെമിത്തേരിയിലേക്ക് പോയി. ഈ ഫ്രാൻസി അവിടെ ഒരു കുഴി തോണ്ടി ഈ സിസ്റ്ററിനെ അവിടെ അടക്കം ചെയ്തു. അങ്ങനെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു അവർ തിരിച്ചു നേരെ കോട്ടയിലേക്ക് വന്നു. ഇവർ ആ സെമിത്തേരിയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഓരോ ശവക്കല്ലറയുടെയും കല്ലിന്റെ മേലെ ഓരോ എന്താ പറയാ മണിയില്ലേ, അതിങ്ങനെ കാണുന്നുണ്ട്. ഒരു ചരട് ഈ ശവക്കല്ലറയുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പൊ അയറൻ ചോദിച്ചു, എന്തിനാണ് ഫാദർ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? അപ്പൊ ഫാദർ പറഞ്ഞു, പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ മരിച്ചുപോയിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പരിഭ്രാന്തിയായിരുന്നു. അടക്കം ചെയ്തിരുന്ന ചില ബോഡികൾ മരിച്ചിട്ടില്ലായിരുന്നു പൂർണ്ണമായിട്ടും, അവർ കോമാവസ്ഥയിലായിരുന്നു. ഇത് ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ ശവക്കല്ലറയുടെ ഉള്ളിൽ നിന്ന് തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മണി സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഫ്രാൻസി ഇവരെ ആ സിസ്റ്ററുടെ ബോഡി ഇടുന്നില്ല അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അപ്പൊ അച്ഛൻ അവിടെ പോയി നോക്കുന്ന സമയത്ത് ബ്ലഡ് കാണുന്നുണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഇത്രയും ദിവസമായിട്ട് ഈ ബ്ലഡ് എന്ന് കട്ടുപിടിക്കാത്തത്, ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. ആ സമയത്ത് ഫ്രാൻസി പറഞ്ഞു, തീർച്ചയായും നമുക്ക് ആർക്കും അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്, എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ്. പിന്നീട് അവർ നേരെ ആ ചർച്ചിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പൊ അവരവിടെ കാണുന്നത് മെഴുകുതിരി എല്ലാം കത്തിച്ച് വെച്ചിട്ട് അവിടെ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഇവര് ചുറ്റും അവിടെ നോക്കിയെങ്കിൽ അവിടെ ആരും കാണാനില്ലായിരുന്നു. ഇവരവിടെ നോക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ മുന്നിൽ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മുഖമൊക്കെ മറച്ചിട്ടുണ്ട്. അവര് ആ ചർച്ചിന്റെ ഹെഡ് ആയിട്ടുള്ള ഒരു കന്യാസ്ത്രീ ആയിരുന്നു. അപ്പൊ ഈ ഫാദർ ആ കന്യാസ്ത്രീന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, കുറെ ദുരൂഹമരണമൊക്കെ ഇവിടെ സംഭവിച്ചല്ലോ, അതിനെക്കുറിച്ചൊരു വിവരണം എനിക്ക് തരണം, എനിക്കത് വത്തിക്കാൻ ചർച്ചിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അവരുടെ വോയിസ് സാധാരണ രീതിയിലുള്ള ഒരു വോയിസ് അല്ലായിരുന്നു, ഒരു പ്രത്യേക തരത്തിലുള്ള വോയിസ് ആയിരുന്നു. അതിന്റെ കാരണം നമുക്ക് വഴിയെ മനസ്സിലായി, ഇവൾ ഇപ്പോഴും ഒരു കന്യാസ്ത്രീ ആയിട്ടില്ലല്ലോ. അപ്പോൾ അച്ഛൻ ഞെട്ടിപ്പോയി, അതെങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? ആ സമയത്ത് ആ ഫാദർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നടന്ന സംഭവത്തിനെ കുറിച്ചൊക്കെ ഒരു വിവരണം എനിക്കിപ്പോൾ തന്നെ തരണം, ഇവിടെ മരണങ്ങൾ സംഭവിച്ചല്ലോ, അതിന്റെ കാരണം എന്താ? അപ്പൊ ആ സ്ത്രീ പറയുകയാണ്, മരണമോ, ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഓക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകണം, പ്രയർ നടക്കാൻ പോവുകയാണ്, വാതിലടക്കണം, പിന്നെ നാളെ രാവിലെ വാതിൽ തുറക്കുകയുള്ളൂ. അപ്പൊ അതിനുശേഷം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫാദർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോയി. അതിനുശേഷം ഇവർ നേരെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഒരു കോട്ട പോലത്തെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയ ശേഷം ഫാദർ ഈ ഫ്രാൻസി അടുത്ത് പറഞ്ഞു, നീ ഇപ്പോൾ പോയിക്കോ, കുറച്ച് ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ നിന്നെ വിളിപ്പിക്കാം, അപ്പൊ നീ വന്നാൽ മതി. ഈ സമയത്ത് ഒരുപാട് വൈകിയിരുന്നു, രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ ഫ്രാൻസി പതിയെ ഒരു വിളക്ക് എടുത്തിട്ട് അതിലൂടെ നടന്നു പോവുകയാണ്. കുതിരവണ്ടി ഇവിടെ ഇല്ലല്ലോ, കുറച്ചപ്പുറത്തല്ലേ ഉള്ളത്. പക്ഷേ പള്ളിയുടെ മുന്നിലുണ്ടായിരുന്ന ആ സെമിത്തേരി ഉണ്ടല്ലോ, അത് ക്രോസ് ചെയ്തിട്ട് വേണം അവൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫ്രാൻസി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് ഒരു കന്യാസ്ത്രീ ഇങ്ങനെ നിൽക്കുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് തന്നെ ആ കന്യാസ്ത്രീ അവിടുന്ന് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇവൻ പതിയെ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ആ കന്യാസ്ത്രീയെ കാണാണ്ടായി. അത് ആരാണെന്ന് ഫ്രാൻസിക്ക് മനസ്സിലായില്ല. അപ്പൊ അത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ ആ സെമിത്തേരിയിലൂടെ നടന്നു. പെട്ടെന്ന് ഇവൻ പ്രതീക്ഷിക്കാതെ തന്നെ ഇവന്റെ മേത്തേക്ക് വല്ലാത്തൊരു രൂപം വന്ന് വീഴുകയാണ്. ഇവന്റെ മേത്തേക്ക് കയറിയ ആ രൂപം ഇവനെ കടിക്കാനും മാന്താനൊക്കെ തുടങ്ങി. ഒരു വിധത്തിൽ ഇവൻ ആ സാധനത്തിന് തള്ളിയിട്ടിട്ട് അവിടുന്ന് ഓടി. പിന്നീട് അവൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, വല്ലാത്തൊരു ശബ്ദവുമായിട്ട്. അപ്പൊ ഇവന് പിന്നെ പേടിച്ചിട്ട് ഓടാൻ കഴിയുന്നില്ല. ഇവൻ എന്ത് ചെയ്തു, അവിടെയുള്ള വലിയൊരു കുരിശ് എടുത്തിട്ട് പിന്നെ ആ കുരിശ് വെച്ച് ഓടാൻ തുടങ്ങി. അടുത്ത സീനിൽ ചർച്ചിന്റെ ഉള്ളിൽ
ഐറിനും ഫാദറും കൂടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാദർ ഐറിൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാണ് കന്യാസ്ത്രീയാകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്? ഐറിൻ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് എന്തൊക്കെയോ ഇലൂഷൻ പോലെ എന്തൊക്കെയോ തോന്നുമായിരുന്നു. എപ്പോഴും എന്നെ ആരും ഉപദ്രവിക്കാൻ വരുന്ന രീതിയിലല്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരു ഫാദറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹമാണ് പിന്നെ എന്നെ ചികിത്സിച്ച് നേരാക്കി തന്നത്. അപ്പോൾ ഈ ഫാദർ ചോദിച്ചു, നീ എന്ത് ഇലൂഷനാണ് കണ്ടത്? ഐറിൻ പറഞ്ഞു, എനിക്കതൊന്നും ഓർമ്മയില്ല. എന്നാലും അവസാനമായിട്ട് ഞാൻ കണ്ടത് മാതാവ് എന്നെ ഇങ്ങനെ രക്ഷിക്കാൻ വരുന്ന രീതിയിലുള്ള ഒരു സ്വപ്നങ്ങളായിരുന്നു. അതിനുശേഷം ഈ ഫാദറിനെ കുറിച്ച് പറയാണ്. അപ്പോൾ ഫാദറിന്റെ ജീവിതത്തിൽ മുന്നേ നടന്ന ഒരു സംഭവം ഇപ്പോൾ ഐറിൻ്റെ അടുത്ത് പറയാണ്. ഫാദർ പറഞ്ഞു, ഞാൻ മുന്നേ ഒരു കുട്ടിയുടെ ദേഹത്ത് ഇതേപോലെ ഒരു ബാധ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒഴിപ്പിക്കാൻ വേണ്ടി ചെന്നു. പക്ഷെ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ചെകുത്താൻ തന്നെയായിരുന്നു. അവൻ ഒഴിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിയും മരിച്ചുപോയി. അതിലെനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. പിന്നീട് ആ കുട്ടിയുടെ രൂപത്തിൽ എന്നെ മുന്നിൽ എപ്പോഴും എന്തൊക്കെയോ വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നീട് അവർ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം കിടന്നുറങ്ങാൻ വേണ്ടി പോയി. ഫാദർ അങ്ങനെ പതിയെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒച്ച കേട്ടിട്ട് ഫാദർ ഞെട്ടി ഉണരുകയാണ്. ഫാദർ നോക്കുന്ന സമയത്ത് ഫാദറിന്റെ തൊട്ട് മുന്നിൽ നേരത്തെ പറഞ്ഞ ആ പയ്യനില്ല, അവന്റെ ഒരു രൂപം കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവനെ കാണാണ്ടായി. ഫാദർ പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീച്ചിട്ട് ജനലിലൂടെ നോക്കുമ്പോൾ ഈ പയ്യൻ നേരെ സെമിത്തേരിയിലേക്ക് ഓടുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഫാദറിന് മനസ്സിലായില്ല. ഫാദർ എന്ത് ചെയ്തു, ഈ പയ്യനെ ഫോളോ ചെയ്തിട്ട് നേരെ ആ സെമിത്തേരിയിലേക്ക് പോയി. അങ്ങനെ ഈ ഫാദർ പതിയെ ആ സെമിത്തേരി മുഴുവൻ ടോർച്ച് അടിച്ച് നോക്കുകയാണ്. ആ സമയത്തൊന്നും അവിടെ ആരും കാണുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കല്ലറേന്റെ ഭാഗത്തായിട്ട് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫാദർ ടോർച്ച് അങ്ങോട്ടേക്ക് അടിച്ച് നോക്കുകയാണ്. ഫാദർ അപ്പോൾ അവിടെ കണ്ടത് താൻ കാരണം മുന്നേ മരിച്ചുപോയ ആ പയ്യനുണ്ടല്ലോ അവനെയായിരുന്നു. ഈ സമയത്ത് അവന്റെ വായിൽ നിന്ന് എന്തോ അവൻ ഛർദ്ദിക്കുകയാണ്. അവന്റെ വായിൽ നിന്നും ആ സമയത്ത് വലിയൊരു പാമ്പ് പുറത്തേക്ക് വന്നു. അത് ഈ ഫാദറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നു. പേടിച്ചു പോയ ഈ ഫാദർ ഓടാൻ നിൽക്കുന്ന സമയത്ത് ബേക്കിലുണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. ആ കുഴി അപ്പ വെട്ടിയ ഒരു കുഴിയായിരുന്നു. ഫാദർ ആ കുഴിയിലേക്ക് വീണതും ആ കുഴി തനിയെ മൂടിപ്പോവുകയാണ്. അതിന്റെ മേലെ ഇപ്പോൾ പുല്ലെല്ലാം മുളച്ചു. അടുത്ത സീനിൽ ഐറിനെയാണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഐറിനും വല്ലാത്ത ഡിസ്റ്റർബ് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അപ്പൊ അവൾ ഈ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ചെറിയൊരു വിളക്കെടുത്തിട്ട് പതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. ഐറിൻ നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവളിങ്ങനെ ഈ വിളക്ക് പിടിച്ച് പോകുന്ന സമയത്ത് ഇവളുടെ തൊട്ട് പിന്നാലെ തന്നെ ഇവൾ അറിയാതെ ഒരു രൂപം നടന്നു വരുന്നുണ്ട്. ഇവൾക്ക് പെട്ടെന്ന് അതിന്റെ നിഴല് കാണാൻ പറ്റും. ഐറിൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയ സമയത്ത് അവിടെ ഒന്നും കാണാനില്ല. പിന്നീട് അവൾ കണ്ണാടിയിലേക്ക് നോക്കിയ സമയത്ത് ഇവളുടെ തൊട്ട് പിന്നിലായിട്ട് ആ രൂപം നിൽക്കുന്നത് ഇവൾ കണ്ടു. പെട്ടെന്ന് തന്നെ ആ കണ്ണാടി ചില്ല് മുഴുവൻ പൊട്ടിത്തെറിച്ചുപോയി. ഈ സമയത്ത് ഫാദർ ആ ശവപ്പെട്ടിയുടെ ഉള്ളിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബെല്ലുണ്ടല്ലോ, ആ മണി. അപ്പൊ ഈ ഫാദർ ഈ മണി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ശബ്ദം ഐറിൻ കേട്ടു. ഐറിൻ പെട്ടെന്ന് തന്നെ ആ സെമിത്തേരിയിലേക്ക് വന്നു. അവൾ ആ മണിയൊച്ച കേട്ട സ്ഥലത്തേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബെല്ലും, അതായത് എല്ലാ മണിയും അടിക്കാൻ തുടങ്ങി. അവൾക്കാകെ പേടിയായി. പിന്നീട് ഐറിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. പിന്നീട് അവൾ എന്ത് ചെയ്തു, അവിടെയുള്ള ശബ്ദത്തിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ഫാദറിന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഉപയോഗിച്ചിട്ട് ആ ശവപ്പെട്ടിയിൽ ഇങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു. ആ ശബ്ദം ഐറിൻ കേട്ടു. പെട്ടെന്ന് തന്നെ ഐറിൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഐറിൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിട്ട് ആ കുഴി തോണ്ടാൻ തുടങ്ങി. ഈ സമയത്ത് ഈ ഫാദർ ശവപ്പെട്ടിയുടെ ഉള്ളിൽ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. ഈ ഫാദറിന് ആ സമയത്ത് ഈ ശവപ്പെട്ടിയുടെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം കേൾക്കുകയാണ്. ആരോ ഫാദറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഫാദർ അപ്പം തന്നെ ഈ ലൈറ്റർ ഓൺ ആക്കി. ഈ ശവപ്പെട്ടിയിൽ ഫാദറിന്റെ കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ രൂപം ഫാദറിന്റെ കഴുത്തിന് കയറി പിടിച്ചു. ഈ രൂപം ഇപ്പൊ ഫാദറിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഐറിന് ഒരു തൂമ്പ് വെച്ചിട്ട് ആ ശവപ്പെട്ടി വെട്ടിപ്പൊളിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ ആ രൂപം അവിടുന്ന് പോയി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഐറിൻ ഫാദറിനെ വലിച്ചു പുറത്തേക്ക് ഇട്ടു. ഇവർ ആ ശവപ്പെട്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് അതിലൊരു ശവശരീരവും കുറെ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും തിരിച്ചുപോയി കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവർ ഈ ബുക്കുകളൊക്കെ എടുത്തിട്ട് ഈ മദർ ഉണ്ടല്ലോ, ഈ കന്യാസ്ത്രീ, ഈ ചർച്ചിന്റെ ഹെഡ്, അവരുടെ അടുത്തേക്ക് വരികയാണ്. ഇവർ ആ ചർച്ചിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് അതിന്റെ വാതിലുകളൊക്കെ തനിയെ ഓപ്പൺ ആവുകയാണ്. ഈ ഫാദർ ഐറിന്റെ അടുത്ത് പറഞ്ഞു, നീ ആ കന്യാസ്ത്രീകൾക്ക് പോയിട്ട് ഇവിടെ നടന്ന സംഭവത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. പിന്നീട് ഫാദർ ഒരു ചാവി ഈ ഐറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നമുക്ക് ആ ശവത്തിന്റെ കയ്യിൽ നിന്ന് ആദ്യം കിട്ടിയ ചാവിയാണ്. ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അത് തീർച്ചയായും നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചാവി ഇപ്പൊ ഐറിന്റെ കൈ കൊടുത്തു. അതിനുശേഷം ഈ ഫാദർ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ ഒരുപാട് ചെകുത്താന്മാരുടെ പേരും അവരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചെകുത്താന്റെ ഫോട്ടോ കണ്ടിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പേരും കണ്ടു. വല്ലാത്ത ആ സമയത്ത് തന്നെ അവിടെ ചുറ്റും അവിടെ മുഴുവനായിട്ടും വല്ലാത്തൊരു ശബ്ദം പടരുകയാണ്. പെട്ടെന്ന് തന്നെ ഫാദർ ഇരുന്ന ആ റൂമിന്റെ വാതിൽ മുഴുവൻ തനിയെ അടയുകയാണ്. ഫാദർ ഉറക്കനെ നിലവിളിച്ചു, ഐറിൻ ഇങ്ങോട്ടേക്ക് വാ, വാതിൽ അടഞ്ഞു പോയിട്ടുണ്ട്. അവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ ഫ്രാൻസിയെ കാണിക്കുകയാണ്. ഫ്രാൻസി ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് പേടിച്ചിരിക്കുകയാണ്. അവരിങ്ങനെ അവിടെയുള്ള ഒരാൾക്ക് സംസാരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, നീ എന്തിനാണ് അവിടെയൊക്കെ പോയത്? നീ ഇപ്പൊ അവിടെ കൊണ്ടുപോയിട്ടില്ല രണ്ടുപേര്, അവരും കുറച്ച് ദിവസങ്ങളിൽ മരിച്ചിരിക്കും. അതായത് ഇവർ ഈ ചെന്നിട്ടുള്ളത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. അടുത്ത സീനിൽ ഈ പള്ളിയിലാണ് കാണിക്കുന്നത്. ഇപ്പൊ ഐറിന് ഫാദർ പറഞ്ഞിട്ട് ആ ചർച്ചിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളിങ്ങനെ പോകുന്ന സമയത്ത് അവിടെയൊന്നും ആരും കാണുന്നില്ല. ഐറിൻ അങ്ങനെ കുറച്ചു നേരം നടന്നു. അപ്പൊ ആ സമയത്ത് ഒരു ഹാളിലേക്ക് ഇവൾ എത്തുകയാണ്. അപ്പൊ ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൾ പതിയെ ആ സിസ്റ്ററിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഈ ഐറിന്റെ ബേക്കിൽ നിന്ന് മറ്റൊരാളെ വിളിക്കുകയാണ്. അതൊരു സിസ്റ്റർ തന്നെയായിരുന്നു. അപ്പൊ ആ സിസ്റ്റർ പറഞ്ഞു, ആ സിസ്റ്റർ ഇപ്പൊ അവിടെ പ്രാർത്ഥിച്ചോട്ടെ, പ്രാർത്ഥന നിൽക്കാൻ പാടില്ല. ഒരാൾ കഴിയുമ്പോൾ മറ്റൊരാൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം, തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നീ ഇപ്പൊ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ഐറിനെയും വിളിച്ചുകൊണ്ട് ഈ സിസ്റ്റർ റൂമിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ കന്യാസ്ത്രീ ഐറിന്റെ അടുത്ത് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് ഇവരിരുന്ന ആ റൂം ഉണ്ടല്ലോ, അതിന്റെ വാതിൽ തനിയെ തുറക്കാനും അടക്കാനും തുടങ്ങി. ഇത് കണ്ടിട്ട് ഐറിൻ പേടിച്ചുപോയി. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഐറിൻ നീ പേടിക്കണ്ട, ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പക്ഷെ അത് അവൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവൻ ശല്യപ്പെടുത്തുന്നത്. അതിനുശേഷം ആ സിസ്റ്റർ ആ നാടിന്റെ ചരിത്രം പറയാൻ തുടങ്ങി.
നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഒരു രാജാവാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. പക്ഷെ അവര് ഈ പള്ളിയെ പ്രാർത്ഥനക്കായിരുന്നില്ല ഉപയോഗിച്ചത്. ഇവര് മറ്റൊരു രീതിയിലായിരുന്നു ഈ പള്ളി ഉപയോഗിച്ചത്. ഇവർക്ക് ഒരാളെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അവന്റെ പേരാണ് വലാഖ്, നരകത്തിലെ ചെകുത്താൻ. ഈ കഥ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനിയാണ് വലാഖിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് ഇനി കഥ മുന്നോട്ടേക്ക് പോകുന്നത്. സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു ഐ ബട്ടൺ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇട്ട അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീഡിയോ അപ്പം തന്നെ കാണാവുന്നതാണ്. എന്നാൽ നേരെ സെക്കൻഡ് പാർട്ടിലേക്ക് പോയിക്കോളൂ.